സുരേഷ് ഏട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പനിയായിരുന്നു. പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ക്ലൈമറ്റ് പെട്ടെന്ന് അങ്ങ് മാറിയത്. നമ്മൾ ഭയങ്കര ചൂടിൽ നിന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് മഴക്കോളും, ആകെ രാവിലെ തൊട്ട് മഴക്കോളും, പിന്നെ അതങ്ങോട്ട് മാറിയിട്ട് വെയിൽ വന്നു, പിന്നെയും വൈകുന്നേരം ആയപ്പോൾ മഴ, അങ്ങനെ വല്ലാത്തൊരു കാലാവസ്ഥയായിപ്പോയി. ഇപ്പം ആ ഒരു കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. വെയിലാണോ ചോദിച്ചാൽ വെയിലുണ്ട്, മഴയാണോ എന്ന് ചോദിച്ചാൽ മഴയുണ്ട്, മഴക്കാറുണ്ട്. ഇപ്പം മഴ പെയ്യുമെന്ന് തോന്നും, അതുപോലെയാണ് അന്തരീക്ഷം നിൽക്കുന്നത്. പക്ഷെ പെയ്യത്തില്ല, അതിന് തോന്നുമ്പം പെയ്യും. അങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഈ പനിയുടെയും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു. അന്നത്തെ ദിവസം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുമ്മി. അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ പിന്നെന്താണ് എൻ്റേതായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞാൻ തല കഴുകിയില്ല. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ മേല് കഴുകും, രാവിലെ തന്നെ മേല് കഴുകും, ഡ്രസ്സൊക്കെ മാറും, പക്ഷെ തല കഴുകത്തില്ല. നമുക്കൊരു കോൺഫിഡൻസ് വരണം, ഇനി തല കഴുകിയാൽ കുഴപ്പമില്ല എന്നുള്ളത്. അതുവരെ തല കഴുകരുത് ഒരു കാരണവശാലും. പനി നമ്മളോട് 100 ഇരട്ടി ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങും. ആ ഒരു കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കല് മാക്സിമം. അഥവാ കുളിക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ തല കഴുകണമെന്ന് തോന്നുന്നൊരു ഒരുപാട് എണ്ണ ഉപയോഗിക്കല്. എണ്ണ തേക്കുന്നൊരു എണ്ണ ഉപയോഗിക്കുക, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ എണ്ണ. അല്ലെങ്കിൽ അതും ചെയ്യാതിരുന്നാൽ അത്രയും കൊള്ളാം. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ ആവി പിടിക്കുന്നതിനുള്ള ഗുളികയൊക്കെ ഉണ്ട്, അതൊക്കെ പിടിച്ചു. മൂക്കടപ്പ് അത് ഞാൻ ഓടിച്ചിട്ട് അതിനെ ശല്യം ചെയ്ത് അതിനെ അങ്ങ് ശല്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതങ്ങ് ഓടിപ്പോയി. പിന്നെ ചൂട് കാപ്പി, ചൂട് ചോറ് കഴിച്ചു, ചൂട് കഞ്ഞി പ്രാവശ്യം കഴിച്ചില്ല, പിന്നെ ഉപ്പുവെള്ളം കൊണ്ടു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കാൽപ്പുളിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഏകദേശം ഒറ്റ ദിവസം ആണ് എനിക്കത് ഭയങ്കരമായിട്ട്, കാരണം കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിന് അതുപോലെ ഒരു ധൈര്യം കൊടുക്കണമല്ലോ. അപ്പം ഇന്ന് രാത്രിയിൽ പനി വന്നു, ഇത് വന്നു. പിറ്റേ ദിവസം രാവിലെ തല കഴിയില്ല, മേല് കഴിയുള്ളൂ. അന്ന് മരുന്ന് കഴിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ വെളുപ്പിനെ എനിക്ക് രാത്രിയിൽ, കാരണം നല്ല ചൂടുണ്ട് രാത്രിയിൽ കിടക്കുമ്പോഴേ, അപ്പോഴത്തേക്കും ഞാൻ കൂളറ് ഒരു ലെവലിൽ ഞാൻ കുഞ്ഞിൻ്റെ അടുത്തോട്ട് തിരിച്ച് വെച്ചിട്ട് മുകളിലത്തെ ഫാൻ നന്നായിട്ട് കുറച്ചിട്ടിട്ടാണ് കിടന്നത്. കാരണം ഞാൻ എന്താ പറയുക, പനി വന്നു കഴിഞ്ഞാൽ ഫാൻ അങ്ങനെ ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങുന്നതിന് മാത്രം. കാരണം എൻ്റെ ഒരു വിശ്വാസപ്രകാരം നന്നായിട്ട് വിയർക്കുന്നത് നല്ലതാണ് പനി വരുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം വിയർക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇവൾക്ക് പനിയില്ലല്ലോ, അവൾക്ക് ചൂടെടുത്തിട്ട് അവൾ ഭയങ്കര ബഹളം. അപ്പം അവളെ മുകളിൽ കിടത്തിയിട്ട് എനിക്ക് താഴെ കിടക്കാനും പറ്റില്ല, ഉരുണ്ട് വീണാലോ ശ്രദ്ധ കിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ വെളുപ്പിനെ ആയപ്പോഴത്തേക്കും എനിക്ക് തണുപ്പ് കയറി. പിന്നെ ചാടി എണ്ണിച്ച് മുകളിലത്തെ ഫാൻ ഓഫ് ചെയ്തു, കൂളർ മാത്രം ചെറുതാക്കി ഇട്ട് കൊടുത്ത് ചരിച്ച് വെച്ചിട്ട് ഞാൻ വീണ്ടും പുതച്ചു മൂടി കിടന്നു. എന്നിട്ട് രാവിലെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ എണ്ണീറ്റല്ലേ പറ്റുള്ളൂ, കുഞ്ഞിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ടേ. പിന്നെ ഞാൻ എഴുന്നേറ്റ്, ഞാൻ മേലെഴുതായിരുന്നില്ല, നമ്മൾ പോയി ആദ്യമേ മേലെഴുതി ഫ്രഷായി വന്ന് താഴെ വന്ന് ഫുഡുണ്ടാക്കുന്നതിന് മുമ്പ് നല്ല ഞാനൊരു കട്ടനിട്ടു. ഇച്ചിരി മറ്റേ കുരുമുളക് പൊടി, നല്ല കുരുമുളക് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അപ്പോൾ അതിത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലൊരു കാപ്പി ഇട്ട് ഒരു ശകലം കുഞ്ഞിനും കൊടുത്തു. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ചെറിയൊരു ആശ്വാസം ഇങ്ങനെ തോന്നി തുടങ്ങി. പിന്നെ ഞാൻ നേരെ പോയി നമ്മുടെ രാവിലത്തെ ഫുഡുണ്ടാക്കി കുഞ്ഞിനും കൊടുത്തു. ഒരു ദോശയോ അപ്പോൾ എന്തോ ആയിരുന്നു, അത് ഒരെണ്ണം കഴിച്ചിട്ട് ഞാൻ ഗുളിക കഴിച്ചിട്ട് പിന്നെ അവളെ തല കഴിച്ചില്ല. അത്രയും ദിവസം എനിക്ക് പനിയായിരുന്നു, അത്രയും ദിവസം ഞാൻ അവളെ തല കഴുകിയിട്ടില്ല. കാരണം ഒരിക്കലും ഇതുപോലെ എനിക്ക് പനി വന്നിട്ട് തല കഴുകി കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിന് പനി വന്നത്. അതുകൊണ്ട് ഞാൻ പ്രാവശ്യം തല കഴുകിയില്ല അവളുടെ, അതുകൊണ്ട് അവൾക്ക് പനി വന്നില്ല. പിന്നെ തല കഴുകാതെ മേലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ വന്നു. എന്നിട്ട് ഞാൻ കുഞ്ഞോട് പറയുന്നുണ്ട്, മങ്കുട്ട എനിക്ക് അമ്മയ്ക്ക് ഉവാവാണ്, പനിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് വല്ല കാര്യമായിട്ട് മനസ്സിലാവും. ഞാനിങ്ങനെ കിടക്കും, അവൾ വന്ന് ശല്യം ചെയ്യും എന്തെങ്കിലും. പിന്നെ ലാസ്റ്റ് കുഞ്ഞിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ ഫോണിൽ, ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് ഫോട്ടോ കാണിച്ചു കൊണ്ടേയിരുന്നു.
അങ്ങനെ അവൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു 10 മിനിറ്റ് ഞാനൊന്ന് ഉറങ്ങിയെന്ന് തോന്നും ആ ഗുളികയും കഴിച്ചിട്ട്. അങ്ങനെ ഉറങ്ങിയപ്പോൾ എല്ലാം പൂട്ടിയിട്ടിട്ടാണ് അങ്ങനെ എന്നപ്പോഴത്തേക്കും ഇവിടെ ആരും ഇല്ലായിരുന്നെന്ന്. അങ്ങനെ അപ്പോഴത്തേക്കും ഒക്കെ ഒന്ന് ഉറങ്ങി ആ മയക്കം കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും നല്ല ഒരു ആശ്വാസമായി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് വെച്ചത്. എന്നിട്ട് ചോറ് വെച്ചത് 12 മണി ആയപ്പോഴാണ് ഞാൻ ചോറ് വെച്ചത്. അപ്പം നല്ല ചൂടോടുകൂടി എനിക്ക് ആ ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ആ ചൂടുള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ വിയർക്കും. അപ്പം പിന്നെ നമ്മുടെ പനി പതുക്കെ ഇങ്ങനെ നമ്മളെ പേടിച്ചോടാൻ തുടങ്ങും. അങ്ങനെ പനിയെ ഏകദേശം ഓടിച്ചു വിട്ടു. പക്ഷേ സൗണ്ടിനൊരു ചെറിയ വ്യത്യാസമുണ്ട്, അത് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ഏരിയയിൽ പനിയില്ലാത്ത വീടൊന്നും ഇല്ലെന്ന്. കാരണം എനിക്ക് പനി വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വൈകുന്നേരം ഇവിടെ ഒരു ചേച്ചി വന്ന കുഞ്ഞുമായിട്ട് വന്ന് സംസാരിച്ചു. അപ്പം ഞാൻ പനിയെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്കും പനിയാണ്. അപ്പം ദൈവം ഈ ചേച്ചിയുടെ പനിയാണ്. അപ്പം ആ ചേച്ചിയുടെ ഭർത്താവിന് പനിയായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ആ മരുന്ന് കഴിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ആ ചേച്ചിയുടെ കണ്ട് എനിക്ക് കിട്ടിയത്. കാരണം ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇരുന്ന് സംസാരിച്ചായിരുന്നു കുഞ്ഞുങ്ങളുമായിട്ട്. അങ്ങനെ അവിടെ കിട്ടി. അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പന് പനിയാന്ന് പറഞ്ഞ്, അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് പനിയാന്ന്. ഞാൻ നോക്കുമ്പോൾ ഫുള്ള് പനിയുടെ ഏരിയ ആയി പോയതൊന്നും. എല്ലാ വീട്ടിലും ഓരോരുത്തർക്ക് പനി. നമ്മുടെ പിള്ളേരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും പനിയായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഏരിയയിൽ മൊത്തം പനിയായിരുന്നു. പെട്ടെന്നുള്ള ആ കാലാവസ്ഥയുടെ ആ ഒരു ചേഞ്ച് വല്ലാത്തതായിരുന്നു. പിന്നെ ചേച്ചിയെ വിളിച്ചപ്പം ചേച്ചി പറയുന്നു അവിടെ പിന്നെ വെളിയിൽ നിന്ന് കയറാത്ത ഇളയ മോനുണ്ട്, അവൻ്റെ പനി പിടിച്ച് ഇവിടെ കിടക്കുന്നത്. സമാധാനമടി, ഇപ്പോൾ അവനെങ്ങും പോകണ്ട, കളിക്കുക വേണ്ട, സമാധാനമായിട്ട് എൻ്റെ അടുത്തൊന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പനിക്കാലം ഇങ്ങനെ നിന്നു. എല്ലാവർക്കും ഈ ഒച്ചയടപ്പും ഈ സൗണ്ടിൻ്റെ വ്യത്യാസം ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാനൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ മാസം എനിക്ക് പനി വന്നായിരുന്നു. അന്ന് അവൾക്കും പനി വന്നു. അവളുടെ അടുത്തു നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അമ്മ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പനി എന്നും പനിയാണോ? ഞാൻ പറഞ്ഞു, അമ്മ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞെന്ന് തോന്നുന്നു, എനിക്ക് കുറേ നല്ല ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കണം അമ്മ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. പനി ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പൂർണ്ണമായും മാറി എന്ന് പറയാറായിട്ടില്ല, എവിടെയോ ഇങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ ഞാനതിനിങ്ങനെ തുരത്തി ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പനിയൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്ത് നോക്കട്ടെ. കുളിക്കാതിരിക്കണം, തല കഴുകരുത്. കുളിക്കാതിരിക്കുക വെച്ചാൽ ദേഹം കഴുകണം. തണുപ്പാണെങ്കിൽ അത് ചെയ്യല്ല. നമുക്ക് മേല് കഴുകാം, തല ഒരു കാരണവശാലും കഴുകരുത്. മേല് കഴുകിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊന്ന് ചൂടാക്കാൻ നമുക്കൊരു നല്ല ചൂട് കട്ടൻ അത് ആർച്ച് കളയില്ല. അതായത് ചൂട് കളയാതെ നമ്മൾ പാത്രത്തിൽ നിന്ന് നേരെ ഗ്ലാസ്സിലേക്ക് കപ്പിലേക്ക് ഒഴുകുക. അപ്പം ആകുമ്പോഴാണ് കൂടുതൽ സേഫ്. ഒഴിച്ചിട്ട് ആ ചൂടോടും കൂടി കൊണ്ടുവന്ന് നമ്മളിങ്ങനെ പെതുക്കെ ഇങ്ങനെ ഊതി കുടിക്കുമല്ലോ. അപ്പോൾ ഒരു നീരാവിയൊക്കെ നമ്മുടെ ഇത് വരുമല്ലോ, ആ ചൂട്, അതൊക്കെ നമ്മുടെ മുഖത്തടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കും. കാരണം ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഗൾഫിലുള്ള നമ്മുടെ ചേട്ടന്മാർക്കാണ്. കാരണം അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കെപ്പോഴും ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കാണണമെന്നില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങളെയൊക്കെ പേടിച്ച് പനി ഓടുന്നത് കാണാം. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇന്ന് വിശദമായിട്ട് പറയുന്നത്. നിങ്ങളൊക്കെ കേൾക്കുള്ളൂ ഇതൊക്കെ. ആൾക്കാർക്ക് സമയമില്ല, അവരൊക്കെ മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. അപ്പം നമ്മുടെ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് കരുതി ബാക്കിയുള്ളവരൊന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ട് വരല്ലേ എന്നെ. അപ്പം ഓക്കെ, ഇനി പനി വരാൻ നോക്കണേ.